ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ വിക്രത്തിനെ കണ്ടിട്ട് നേരെ മടങ്ങുകയാണ്. നേരെ പോകുന്നത് വേറെ ആരുടെ അരികിലേക്കല്ല, ബാലണ്ണൻ ഇങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ബാലണ്ണനെ വെച്ച് വഴിയിൽ കാണുമ്പോൾ പ്രകാശൻ പറയാണ്, എന്തായാലും ബാലണ്ണനെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. എൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടണം ബാലണ്ണ എന്ന് പറയുമ്പോഴും, നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പം നീ കുറച്ച് നാൾ നീ റെസ്റ്റ് എടുക്കട പ്രകാശ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു ദിവസം തന്നെ 300 രൂപയാണ് എൻ്റെ ചികിത്സയ്ക്ക് മരുന്നിന് വേണ്ടത്. പിന്നെ അമ്മയുടെ മരുന്നിനാണെങ്കിൽ വേറെ. ഇതെല്ലാതും കൂടി എൻ്റെ അമ്മേനെ കൊണ്ടൊന്നും പറ്റില്ല. എന്തെങ്കിലും ഒരു ജോലി എനിക്ക് എവിടെയെങ്കിലും തരപ്പെടുത്തി തായ ബാലണ്ണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലൻ പറയാണ്, അല്ല നീ എന്തിനിപ്പം എന്നോട് ജോലി ചോദിക്കുന്നത്? നിനക്ക് ജോലി വേണമെങ്കിൽ നീ നേരെ നിൻ്റെ മോളുടെ അരികിലേക്ക് ചെല്ലടാ എന്ന് പറയുമ്പോൾ പ്രകാശൻ ഇങ്ങനെ കണ്ണു തുറച്ച് നോക്കുകയാണ് ബാലണ്ണനെ. അപ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ നീ അവളെ നീ മോളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. അവളാണ് ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നത്. നിൻ്റെ മൂത്ത മകളും ഭർത്താവും അവരോട് ചേർന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ജോലി അവർക്ക് കൊടുക്കുകയും ചെയ്തു. 5 ശമ്പളമുള്ളൊരു ജോലിയൊക്കെ തന്നെയാണ് അവർക്ക് വരുമാനമുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ അപ്പോൾ അവളുടെ അരികിൽ ചെന്ന് നീ ഒന്ന് ജോലി ആവശ്യപ്പെട്ടു നോക്ക്, നിനക്ക് എന്തായാലും ജോലി തരാതിരിക്കില്ല കല്യാണി എന്ന് പറയുമ്പോൾ ബാലണ്ണന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ബാലണ്ണനോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു ജോലി തരാനല്ല, അത് അവളുടെ കാര്യം പറയാനല്ല, അത് നമ്മുടെ പഴയ സൗഹൃദം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പ്രകാശൻ അവിടെയൊന്നും പോവുകയാണ്. അതേ സമയത്ത് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. ആ കാറിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗ്ലാസ് താഴ്ത്തിയിട്ട് മുഖം ശരിക്ക് കാണിക്കുന്നില്ല, കണ്ണിൻ്റെ ഭാഗം മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് പ്രകാശനെ തന്നെ നോക്കുകയാണ്. പ്രകാശൻ അങ്ങനെ നടന്ന് വരുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കാറും എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ വീട്ടിലെത്തുമ്പോൾ അമ്മയാണെങ്കിൽ മുറുക്കാൻ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി മോനെ, നീ അവനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മൂമ്മ. അപ്പോൾ ഞാൻ കണ്ടു, വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മ, അവൻ വെറുതെ പോയി, അവൻ്റെ മുഖത്ത് മുഴുവനും രക്തപ്പാടുകളാണ്. അയ്യോ മോനെ, ആരാ അവനെ ഇങ്ങനെ ഇടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും അവിടുത്തെ തടവുകാർ, പിന്നെ പോലീസുകാർ, പിന്നെ സൂപ്രണ്ട് എല്ലാവരും വന്ന് ഇടിക്കുകയാണ്. ഇതൊക്കെ പൈസയുടെ പണത്തിൻ്റെ ഒക്കെ ഒരു കൊഴുപ്പാണ് കാണിക്കുന്നത്. അവരെ ജയിലിലാക്കിയവർ തന്നെ അവനെ ഇടിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുമ്പോൾ, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം മോനെ, നമുക്ക് മോനെ എത്രയും വേഗം പുറത്തിറക്കാൻ പറ്റുമോ, അവന് ജാമ്യം കിട്ടുമോ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ്. അറിയില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് പ്രകാശം പറയാണ്. എന്ത് വഴിയാണ് നീ കണ്ടിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മോനക്ക് വേണ്ടി ആരുടെ മുന്നിലും കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ, നീ അതൊന്നും കുഴപ്പമില്ല, പക്ഷേ നീ വേറുള്ള പകയ്ക്കും വിദ്വേഷത്തിനൊന്നും നിൽക്കണ്ട. എന്തായാലും നിനക്കിപ്പോൾ 19 വയസ്സ് കഴിഞ്ഞതാണ്, നിൻ്റെ ഹാർട്ടിന് പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നീ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ പകയ്ക്കും പ്രതികാരത്തിനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അമ്മൂമ്മ. ആ സമയത്ത് വീണ്ടും പറയുകയാണ്, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുമെന്ന് പ്രകാശം പറയുമ്പോൾ, ഞാനിപ്പോൾ കല്യാണിയുടെയും കിരണിൻ്റെ ഒക്കെ കാല് പിടിക്കണമെങ്കിൽ ഞാൻ പിടിക്കും, എൻ്റെ മകനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മകൻ പുറത്തിറക്കി കഴിഞ്ഞാലുണ്ടല്ലോ ആ കാല് ഞാൻ വാരി നിലത്തടിക്കുകയും ചെയ്യുമെന്നൊക്കെ പ്രകാശൻ അങ്ങനെ പറയുമ്പോൾ അമ്മമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ അമ്മമ്മ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ അരികിലായിട്ട് ശാരി ഇരിപ്പുണ്ട്. രാഹുൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ശാരി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടൻ ഉറങ്ങണ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് പെട്ടെന്ന് രാഹുൽ എഴുന്നേൽക്കാണ്. അപ്പോൾ ശാരി ഇങ്ങനെ കണ്ണു തുറച്ച് തന്നെ നോക്കുന്നത് കാണുമ്പോൾ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം, എൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ട് നിൻ്റെ ദേഷ്യമൊന്നും തീർന്നില്ല, ഞാൻ എന്ത് തെറ്റാത്രയധികം ചെയ്തത് നിന്നോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ചെയ്തില്ലേ എന്നോട് തെറ്റൊന്ന്, എന്നെക്കൊണ്ട് എണ്ണി പറയിപ്പിക്കണോ ചെയ്ത തെറ്റുകളൊക്കെ എന്ന് ചോദിക്കുകയാണ് ശാരി. അങ്ങനെ അവരിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കണം. അതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് മനു വരുന്നത്. അയ്യോ മോളെന്ത് എന്ന് ചോദിക്കുന്നുണ്ട് ശാരി. അപ്പോൾ അവൾക്ക് എന്തോ ഒരു ചെറിയൊരു ക്ഷീണം പോലെ. അപ്പം ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഡോക്ടറെ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഹോസ്പിറ്റലിലാണല്ലോ അമ്മയെ നമ്മളുള്ളത്, അപ്പോൾ എന്തിനാ പേടിക്കേണ്ടത്, കുഴപ്പമൊന്നുമില്ല, അവളവിടെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം എല്ലാ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഇവളെൻ്റെ തലക്കടിച്ചതാണെന്നൊക്കെ രാഹുൽ പറയുമ്പോഴും, അല്ല ഇവിടെ ഇപ്പം എന്താ പ്രശ്നം, ആർക്കപ്പോൾ ഇവിടെ പ്രശ്നം, ശരിക്കും പറഞ്ഞാൽ എനിക്കും സരേനും മാത്രമേ ഇപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ നോർമലായിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ പറയാണ്. എന്തായാലും
ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് മനു ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം മച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനു പോവാണ്. ആ സമയത്ത് പോടാ എന്ന് പറയുന്നുണ്ട് രാഹുൽ. അപ്പോൾ ശാരി തുറച്ചു നോക്കുകയാണ്. അത് സാരില്ല അമ്മ, അസുഖമുള്ള ആളല്ലേ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് മനു അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ശാരി പറയും, നിങ്ങളാ മനുമോന് ഒന്നും പറയാൻ നിൽക്കണ്ടട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മനു ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് നിഷയും നിഷയുടെ അമ്മയും കൂടി കാറിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് മനു കാണുമ്പോൾ പെട്ടെന്ന് ഈശ്വര ഇവരെന്ത് ഇവിടെ എന്നിങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ നിഷ മനുവിനെ കാണുകയും ചെയ്യാണ്. അയ്യോ ദേ റോണിയേട്ടനമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അരികിൽ ചെന്നിട്ട് നിങ്ങളെന്താ ഇവിടെ, അവ മോനെന്താ ഇവിടെ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അമ്മ. ആ സമയത്ത് ഞാനിവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട്, ആക്സിഡൻ്റ് ആയിരുന്നു, അത് കാണാൻ വേണ്ടി വന്നാൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്, കണ്ടിട്ട് ഇറങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്താ ഇവിടെ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അയ്യോ അത് തന്നെയാണ് മോനെ, ഇവളുടെ ചെറിയച്ഛൻ്റെ മകനുണ്ടല്ലോ, അവൻ ആക്സിഡൻ്റ് ആയിട്ട് ഈ ഹോസ്പിറ്റലിലുണ്ട്, ബൈക്ക് ഇടിച്ചതാണ്, ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു ലെവലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. 10-20 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ മനു ഇങ്ങനെ തട്ടി വിടുകയാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾ പോയി കണ്ടിട്ട് വായോ എന്ന് പറയുമ്പോൾ അല്ല മോനും കൂടി വായോ, എന്തായാലും അവർക്കൊക്കെ മോനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാലോ എന്നിങ്ങനെ പറയുമ്പോൾ മനു ആകെ പെട്ട രീതിയിൽ അയ്യോ ഞാൻ വരണോ, അതൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു പോയിട്ട്. അപ്പോൾ നിഷയുടെ അമ്മ പറയുന്നുണ്ട് എന്നാ മോൻ പൊക്കോ എന്ന് പറയുമ്പോൾ നിഷ പറയണം അത് വേണ്ട റോണിയേട്ടനൊന്ന് വായോ, അവരെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് അപ്പം തന്നെ പൊക്കോ എന്ന് പറയുമ്പോഴും മോൻ പോണെങ്കിൽ പൊക്കോട്ടെ, ബുദ്ധിമുട്ടിക്കേണ്ട മോളെ എന്ന് അമ്മ നിഷയോടായിട്ട് പറയണം. അപ്പം പറയുന്നുണ്ട് ഇങ്ങനെ മനു പറയാണ് അല്ലേ, അതെ ഈ പിടിവാശൊന്നും അത്ര നല്ലതല്ല കേട്ടോ, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നാ റോണിയേട്ടൻ പൊക്കോ എന്ന് നിഷ പറയുമ്പോൾ വേണ്ട മോൾ ആഗ്രഹിച്ചതല്ലേ, വാ നമുക്കൊന്നിച്ച് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ 3 പേരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ എതിർവശത്ത് നിന്നും ശാരിയും സരയും ഒരു ഫ്ലാസ്ക് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ട് മനു ഞെട്ടുന്നുണ്ട്. അപ്പോൾ നിഷയും നിഷയുടെ അമ്മയും മുന്നിലൂടെ ഇങ്ങനെ പോവാണ്. മനു ആണെങ്കിൽ ആ അവിടെ ഒരു റൂം കണ്ടു, ആ റൂമിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിഷ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ റോണിയേട്ടൻ എന്ത് ചെയ്യാൻ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവരരികിലൂടെ ശാരിയും സരയും നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ കടന്നു പോയി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ ആ റൂമും വിട്ട് ശാരിയും സരയും അവിടെ നിന്ന് ഫ്ലാസ്കും കൊണ്ട് പോകുമ്പോൾ ആ തക്കത്തിന് ഒരു ഫോണും എടുത്ത് തൻ്റെ ഫോൺ എടുത്ത് ചെവിട്ടിൽ വെച്ചിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അയ്യോ റോണിയേട്ടൻ ഇത് എവിടെ പോയതാണ്, പെട്ടെന്ന് ഒരു ഫോൺ വന്നു കൊറിയയിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം മനു മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര അഞ്ഞാരും കാണാതിരുന്നാൽ മതി, കണ്ടു കഴിഞ്ഞാൽ പെട്ടു ഇതോടുകൂടി തീർന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടി വീണ്ടും പ്രകാശൻ്റെ അമ്മയുടെ ഫോട്ടോ അതുപോലെ തന്നെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി, കിരൺ, നമ്മുടെ സോണി, അങ്ങനെ എല്ലാവരുടെയും കാദംബരി, അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അപ്പോഴും മുഖം ഇങ്ങനെ കാണിച്ചിട്ടില്ല. കസേരയിൽ ആ പെൺകുട്ടി ഇങ്ങനെ ചാരിയിരിക്കുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ശാരിയും സരയും ആണെങ്കിൽ ആ ഫ്ലാസ്കും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ താര ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പം താര ഇറങ്ങി പൈസ ഒക്കെ കൊടുത്ത് ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നേരിട്ട് അവർ 3 പേരും പരസ്പരം കാണുകയാണ്. ശാരിക്ക് ആ സമയത്ത് ചെറിയൊരു സങ്കടമൊക്കെ താരയോട് തോന്നുന്നുണ്ട്. താരയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്, തൻ്റെ മകളെ യാദൃശ്ചികമായി ഇവിടെ വെച്ച് കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം താരയുടെ മുഖത്തുണ്ട്. എന്നാൽ സരയുടെ മുഖത്താണെങ്കിൽ പല്ലിങ്ങനെ കടിച്ച് അമർത്തി ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ശാരിയും സരയും പരസ്പരം നോക്കുന്നുണ്ട് താരയെ കണ്ട ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.